അതെനിക്ക് അറിഞ്ഞുകൂടാ. ഈ വിധിയിൽ ഞാൻ കാണുന്നത് നേരിട്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടി. പിന്നെ എല്ലാ വിധികളും പൂർണ്ണ തൃപ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതായാലും അപ്പീലും പ്രൊവിഷനൊക്കെ ഉണ്ടല്ലോ. അല്ല, ആവേശമുണ്ട്. സാധാരണ കോർപ്പറേഷനിൽ അങ്ങനെ തിരക്ക് ഇവിടെ ഉണ്ടാവാറില്ല. പക്ഷെ ഇത്തവണ നന്നായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. പോളിംഗ് ബൂത്തിലൊക്കെ അത്യാവശ്യം ക്യൂവും സംവിധാനമൊക്കെ ഉണ്ട്. കഴിഞ്ഞ പാർലമെന്റിൽ തന്നെ ഞാൻ വന്നുടനെ കയറി വോട്ട് ചെയ്തു. ഇപ്പം എനിക്ക് മുമ്പ് തന്നെ രണ്ടുപേരുണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ. അതിന്റെ തന്നെ അർത്ഥം നല്ലൊരു ആവേശം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്ക് എന്താ പറയേണ്ടത്, 100% വിശ്വാസമാണ്. ഇത് UDF അനുകൂലമാകും. കാരണം മാറ്റത്തിന് വേണ്ടിയുള്ള ആവേശമാണ്. അതുകൊണ്ട് തന്നെ 101% UDF ജയിച്ചിരിക്കും. കോടതി വിധി വന്നിരുന്നു അതിജീവിതയുടെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ ദിലീപിനെ വെറുതെ വിടുകയും ചെയ്തു. ഇന്നിപ്പോ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് ദിലീപിന് നീതി കിട്ടി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെനിക്ക് അറിഞ്ഞുകൂടാ. ഈ വിധിയിൽ ഞാൻ കാണുന്നത് നേരിട്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടി. പിന്നെ എല്ലാ വിധികളും പൂർണ്ണ തൃപ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതായാലും അപ്പീലും പ്രൊവിഷനൊക്കെ ഉണ്ടല്ലോ. അത് നടക്കട്ടെ. അല്ല, സ്വാഭാവികമായിട്ടും എന്താ പറയേണ്ടത്, ഈ നീതി പൂർണ്ണമായി നീതി കിട്ടിയില്ല എന്ന് അതിജീവിതയ്ക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ പോകാവുന്നതാണ്. അല്ല, ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കരുത്. ഇത് വ്യക്തിപരമായി ഓരോരുത്തർക്കും ചില ഇഷ്ടങ്ങളുണ്ടാകാം, ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാകാം. ഞാനിതിൽ കാണുന്നത് ഡയറക്റ്റായി തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അപ്പീൽ വരട്ടെ, അപ്പോൾ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും പൂർണ്ണമായിട്ട് തൃപ്തിയുള്ള ഒരു വിധിയും സാധാരണ ഉണ്ടാവാറില്ല. എങ്കിലും കുറേയൊക്കെ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയെന്നാണ് എൻ്റെ ഒരു റീഡിംഗ്. നഗരസഭയിലെ കോർ കമ്മിറ്റി കൺവീനറാണല്ലോ, എങ്ങനെ എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നു? ഞാൻ പറഞ്ഞത് 55 സീറ്റിൽ ഒരു സീറ്റ് പോലും കുറയില്ല. UDF അധികാരത്തിൽ വരും തീർച്ചയായും. അതാണല്ലോ UDF അധികാരത്തിൽ വരുന്നു പറയാൻ കാരണം. 55 സീറ്റ് UDFന് ലഭിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.